എല്ലാവർക്കും നമസ്കാരം. പച്ചക്കറികളുടെ ഒരു വിസ്മയ ലോകമാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ട സുഭാഷ് സാറാണ് ഇന്ന് നമ്മളൊപ്പം ഉള്ള. സാറിൻ്റെ മഴമറ കൃഷിയിലാണുള്ളത്. രാജകുമാരി ഗവൺമെൻറ് VHSലെ അഗ്രികൾച്ചർ ഇൻസ്ട്രക്ടറാണ് പ്രിയപ്പെട്ട സുഭാഷ് സാർ. സാറേ നമസ്കാരം. നമസ്കാരം. മഴമറ കൃഷിയിലേക്ക് വരുമ്പം ഈ വേനൽക്കാലത്ത് ഒരു പച്ചപ്പ് കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ഒന്ന് വേറെ തന്നെയാണ്. എന്തെല്ലാം ഐറ്റങ്ങൾ ഇതിലുള്ളത് നിലവിൽ? നമുക്ക് നിലവിൽ ഏറ്റവും കൂടുതൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് ചീരയാണ്. കാര്യം ചീരയാകുമ്പോൾ വളരെ എളുപ്പത്തിന് കൃഷി ചെയ്യാൻ സാധിക്കും, വളരെ പെട്ടെന്ന് വിളവ് ലഭിക്കും. ആ രീതിയിൽ നമ്മൾ ചീരയാണ് മെയിനായിട്ട് നോക്കിയിട്ടുള്ളത്. ചീരയിൽ തന്നെ നമ്മൾ 8 ഐറ്റമാണ് അതിനകത്ത് പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഐറ്റങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുന്ദരിച്ചീരയുണ്ട്. ഈ പറയുന്ന പോലെ സുന്ദരിച്ചീര, അതായത് അതിൻ്റെ തണ്ട് പിങ്ക് കളറായിരിക്കും. അതുപോലെ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര. ഭയങ്കര വിലയുണ്ട്. ആളുകൾക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായിട്ട് നിൽക്കുന്ന ഒരു പൊന്നാങ്കണ്ണി ചീരയുണ്ട്. അതുപോലെ തന്നെ സാധാരണ ചീര. പിന്നെ നമുക്ക് പാലക് ചീരയുണ്ട്. പിന്നെ നമുക്ക് വരുന്നിട്ട് നല്ല വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ടുള്ള വ്ളാത്താങ്കര ചീര. പിന്നെ നമുക്കുള്ളത് ബീട്രൂട്ട് കളറുള്ള ബീട്രൂട്ട് ചീര. അതുപോലെ തന്നെ നമുക്ക് പാൽച്ചീരയുടെ പ്രത്യേകത അതിൻ്റെ തണ്ട് നല്ല പാൽ കളറായിരിക്കും. അതാണ് അതിൻ്റെ പേര് വരാനുള്ള കാരണം, പാൽച്ചീര. അതുപോലെ പാലക് പറഞ്ഞു പോയതാണ്. അപ്പോൾ അത്രയും നമുക്ക് 8 ഐറ്റം ചീരകളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഉള്ളത് വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, തക്കാളിയുണ്ട്, സലാഡ്, കുക്കുംബർ, വള്ളിപ്പയർ. ഒരു 4 തരം വള്ളിപ്പയറുകൾ, 4 തരം. അതൊരു ഹൈബ്രിഡ് വെറൈറ്റീസാണ് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ചെയ്തിരിക്കുന്നത്. നിലവിലിപ്പോൾ ഇതിലെ ഈ മഞ്ഞ കളറിലൊക്കെ ഒരു ഇത് തൂക്കിയിട്ടുണ്ടല്ലോ, എന്താ നിലവിൽ? അത് നമുക്ക് ഈ പച്ചക്കറി കൃഷിയിൽ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളീച്ചയുടെ ആക്രമണമാണ്. ഈ വെള്ളീച്ചയെ ഞാനിത് പൂർണ്ണമായും ജൈവ കൃഷിയിൽ ഉദ്ദേശിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാര്യം നമുക്കൊരു പശുവുണ്ട്. അപ്പോൾ ഒരു നാടൻ പശു, വെച്ചൂർ ഇനം പശുവുണ്ട്. അപ്പോൾ ആ വെച്ചൂർ ഇനം പശുവിൻ്റെ തന്നെ ഗോമൂത്രമാണെങ്കിലും ചാണകമാണെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. അപ്പോഴും നമുക്കുള്ള പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളീച്ചയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണ്. അപ്പോൾ അതിന് നമുക്ക് വരുന്ന യെല്ലോ കാർഡുകളാണ്. ഇത് സ്റ്റിക്കി കാർഡുകളാണ്. ഇതിപ്പോൾ ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് യെല്ലോ പ്ലെയിൻ ഷീറ്റ് മേടിച്ചിട്ട് അതിൽ വേപ്പെണ്ണ എന്തെങ്കിലും തേച്ച് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിൽ എന്തോ ഒരു ഗ്ലൂ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം പിടിച്ചിരിക്കുന്നത് ആ വെള്ളീച്ചയാണ്. വെള്ളീച്ചയുണ്ട്. അതുപോലെ എന്താ ഫ്രൂട്ട് ഫ്ലൈ ധാരാളം പിടിച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വെള്ളീച്ചയുടെ പ്രശ്നം വല്ലാണ്ട് ഒഴിവായി കിട്ടി. അപ്പോൾ അത് കുറച്ചധികം നമ്മൾ തൂക്കി. ഇപ്പോൾ പയറിലാണെങ്കിലും ആ പ്രശ്നം തീർന്നു. അതാണ് ഈ യെല്ലോ കാർഡുകളുടെ പ്രത്യേകത. അതെന്താണോ ഇപ്പോൾ അവിടെ കിടക്കുന്നത്? അത് നമുക്ക് ഈ ഫെറമോൺ ട്രാപ്പുകൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഇതിൽ വരുന്ന പഴ ഈച്ചകൾ, നമ്മുടെ മാവാണെങ്കിലും ഈ സലാഡ് കുക്കുംബറിനെ കേന്ദ്രീകരിച്ചാണ് ഞാൻ ആ കെണി വെച്ചിരിക്കുന്നത്. കാര്യം കുക്കുംബറിൽ പെൺപൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങി ഇതിൻ്റെ ആക്രമണം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമുക്കത് ഫെറമോൺ ട്രാപ്പ് മേടിച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ ഫെറമോൺ ട്രാപ്പിൽ ഇതിനകത്ത് ഈ മെയിലായിട്ടുള്ള ഈച്ചകളെയാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ മെയിൽ അതിനെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് അതിൻ്റെ ഫീമെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെറമോൺ സിന്തറ്റിക്കലി ഓർ നാച്ചുറലി ആ സാധനം അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഓൺലൈനിൽ അത് നമുക്ക് ഓൺലൈനിൽ കിട്ടും. നമുക്ക് കാർഷിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടും, KU എന്നെല്ലാം ലഭിക്കും. ഇപ്പോൾ നമുക്ക് ഓൺലൈനിൽ നോക്കി കഴിഞ്ഞാൽ എല്ലാം ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട് അതെല്ലാം ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമുക്ക് നോക്കി അറിയാം. ഇത് ഇന്ന് രാവിലെ നമ്മൾ എടുത്തിട്ട് കുഴിച്ചിടും. കാര്യം ഈ വെള്ളം അങ്ങ് എടുത്ത് മഴയും കുഴി എടുത്ത് അതിനകത്ത് കുഴിച്ചിടും. ഇല്ലെങ്കിൽ അത് വീണ്ടും പുറത്തോട്ട് വരും. അത് ഡെയിലി നമുക്ക് പിടിക്കാൻ കിട്ടും. നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിനെ രാത്രി കാലങ്ങളിൽ നമ്മുടെ കൊതുക് ബാറ്റുണ്ടല്ലോ, ഇലക്ട്രിക്, അത് വെച്ചുകൊണ്ട് നമ്മളൊന്ന് ഓടിച്ചെന്ന് പിടിക്കും. സാധാരണ ഓടി നടക്കുമ്പോൾ ഈ പറപ്പുകളൊക്കെ രാത്രിയിൽ ഇതിനകത്ത് കയറി വരും, നിശാശലഭങ്ങളൊക്കെ ധാരാളം. അതിനെല്ലാം നമുക്ക് ഈ പറയുന്ന നല്ല കൊതുക് ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പിടിച്ചു തീർക്കും. അപ്പോൾ നമ്മൾ വിഷം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ പക്ഷേ എന്നാലും ജോലി കൂടുതലാണല്ലേ നിലവിൽ? ഇത്തരത്തിലുള്ള ഫസ്റ്റ് ടൈം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രതിസന്ധി ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇത്രയും ഈ ചെന തന്നെ നമ്മളോട് പിടിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ജനറേഷൻ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളിത് സ്ഥിരമായിട്ടത് ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതുമാത്രം കഷ്ടപ്പെടേണ്ട കാര്യമില്ല. 1 മണിക്കൂർ രാവിലെയോ വൈകുന്നേരമായിട്ട് 1 മണിക്കൂർ കിട്ടിയാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ശരിക്കും അധ്യാപന ജീവിതത്തിൽ വലിയൊരു തിരക്കുണ്ട്. അതിനുശേഷമുള്ള കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ നിലവിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് രാവിലെ 8:30 തുടങ്ങി വൈകിട്ട് 4:30 വരെയാണ് ക്ലാസ്. പിന്നെ നമുക്കൊരു ഉപകാരം എന്താ വെച്ചാൽ തൊട്ടടുത്ത സ്കൂളിലാണ് നമുക്കിപ്പോൾ ജോലി ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈകുന്നേരം 4:30 വന്നാലും അല്ലെങ്കിൽ 6 മണിക്ക് വന്നാലും ഒരു 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ കഴിയും. പിന്നെ മക്കൾ 2 പേരുണ്ട്. അവർ
പൂർണ്ണമായിട്ട് ഇതിനകത്തുണ്ട്. ഉണ്ട്. സ്കൂളിലോട്ട് വന്നാൽ അമ്മയുണ്ട്. അമ്മയ്ക്കൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ് ഇത്. കാര്യം പ്രായമാധിക്യത്തെയൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു മാർഗം, സന്തോഷം. പിന്നെ വൈഫ് പുള്ളിക്കാരി പറഞ്ഞ ലൊക്കേഷൻ സെന്റർ തന്നെയാണ്. എന്നാലും ആഴ്ചയിൽ വീക്കെൻഡുകളിൽ വരുന്ന സമയത്ത് മറ്റൊരിടത്താണ് പൂർണ്ണമായിട്ട് ഇതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പം മറ്റു പരിചരണങ്ങളൊക്കെ എങ്ങനെയാണ് ശരിക്കും? നമ്മളിപ്പോൾ ഈ ഈച്ചേനെ പിടിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, അതോടൊപ്പം നന അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അതെല്ലാം നമുക്ക് ഈ മഴമറയെ സാധാരണ ഇതിൽ ഞാൻ ഈ പറഞ്ഞ അഗ്രികൾച്ചർ കോഴ്സിലായതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പോളി ഹൗസ് കൃഷി രീതികൾ എല്ലാവരും തന്നെ ഒഴിവാക്കുന്നതിനുള്ള പ്രധാന കാരണം ഇതിൻ്റെ മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ സമയമെടുക്കണം. ഇതിപ്പോൾ ഒരു കോമൺ ഫ്ലോർ ആണെങ്കിൽ നമുക്കിവിടെ ധാരാളം കളകൾ മുളച്ചു വരും. അത് നമുക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട്, ആ കളകളെല്ലാം നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഷീറ്റ് വിരിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ കോസ്റ്റ് കൂടുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടിയാൽ മതി. പിന്നീട് നമുക്ക് ഇതൊക്കെ ഒരു 6-7 വർഷത്തേക്ക് നമുക്ക് ഈ മൾച്ചിങ് ഷീറ്റിന് മാറ്റേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഗ്രോ ബാഗ് ക്വാളിറ്റി ഗ്രോ ബാഗുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 6 വർഷത്തേക്കൊന്നും ഈ ഗ്രോ ബാഗുകളും റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നനയുടെ കാര്യം ചോദിച്ചത്, നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ ചെടികൾക്കും കൃത്യമായിട്ട് നമ്മൾ ടൈമർ വെച്ച് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കൊരു 15 മിനിറ്റ് ഓടിക്കും, 12 മണിക്ക് ഒരു 7 മിനിറ്റ് ഓടിക്കും, പിന്നെ ഈവനിങ്ങിൽ ഒരു 3 മണിക്കൊരു. അതൊക്കെ തുടക്കത്തിലല്ല, ഇപ്പോൾ ഈ വളർച്ച എത്തിയ ഘട്ടത്തിൽ. ചെറിയ തൈകളായിരുന്ന സമയത്ത് നമ്മൾ സാധാരണ നമ്മുടെ പൂവാളി ഉപയോഗിച്ചുകൊണ്ട് നന നടക്കുക. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലായിട്ട് നമ്മുടെ ഈ പയറുകളെല്ലാം പൂത്തു തുടങ്ങി. അപ്പോൾ ഈ ചൂട് കൂടുതലാണ്ട് പൂ പൊഴിച്ചിൽ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത് കുറഞ്ഞ ലെവലിൽ ഒരു മിസ്റ്റ് അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒന്ന് ഓടിക്കും. അപ്പോൾ നമുക്ക് അതിനകത്തൊരു തണുപ്പ് കിട്ടും. ഇപ്പോൾ എല്ലാം ഫ്രൂട്ട് സെറ്റിങ്ങിലോട്ട് എത്തി പയറുകളെല്ലാം പിടിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഈ ഡ്രിപ്പ് കഴിക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണവും കൂടിയുണ്ട്. നമ്മൾ ഇതിനകത്ത് ഈ വേസ്റ്റ് ഡീകമ്പോസർ എന്ന് പറയുന്നൊരു സംവിധാനം നമുക്കുണ്ട്. അത് ഈ ചാണകത്തിൽ നിന്നൊക്കെ വേർതിരിച്ചെടുക്കുന്ന ഒരു കൺസോർഷ്യമാണ്. അപ്പോൾ അത് നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ യൂണിറ്റിലൂടെ തന്നെ നനയുടെ കൂടെ തന്നെ അതും കൊടുത്തു വിടും. നമ്മൾ കൾച്ചർ ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. അത് നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ മേടിക്കാൻ കിട്ടും. അത് ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കൺസോർഷ്യമാണ്. നമ്മളിപ്പോൾ എത്ര നാളുകളായിട്ട് ഇപ്പം ഈ മഴമറ കൃഷിയായിട്ടുണ്ട്. ശരിക്കും നമ്മൾ രാജകുമാരിയെ സംബന്ധിച്ച് ഒരു കാർഷിക മേഖലയാണ്. നമ്മളെല്ലാവരും കാർഷിക ആ ഒരു അഭിവൃദ്ധിയോട് തന്നെ ജീവിക്കുന്നവരാണ്. എങ്കിൽ പോലും ഈ മഴമറ കൃഷി തുടങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോൾ ഈ മഴമറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 90 ദിവസം ആവുന്നതേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് തുടക്കത്തിൽ കുറച്ച് ഈ നമ്മുടെ ഈ ലാൻഡ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ മണ്ണ് കിട്ടാനില്ലാതെ വന്നു. അപ്പോൾ നമുക്ക് മണ്ണ് കുറച്ച് പുറത്തുനിന്ന് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ താമസം വന്നുകൊണ്ടാണ് നമുക്ക് 90 ദിവസത്തിൽ ചെടികൾ ഇത്രേ ആയുള്ളൂ. കാര്യം നമ്മൾ റെയിൻ ഷെൽട്ടർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് 90 ദിവസം ആയെങ്കിലും നടിയിലെല്ലാം കഴിഞ്ഞ് ഒരു 60 ദിവസം എത്തിയിട്ടുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ മണ്ണ് ഒരുക്കുക എന്നുള്ളൊരു നല്ലൊരു ദൗത്യമായിരുന്നു. അത് നമ്മൾ ചാണകം, അതുപോലെ തന്നെ വാമ്, അതുപോലെ തന്നെ സ്യൂഡോമോണാസ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മണ്ണ് പരുവപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിവളം നന്നായി ചേർത്തിട്ടുണ്ട്. രാസവളങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെ അടിവളം നന്നായി ചേർത്തിട്ടുണ്ട്. സാധാരണ നിരവധിയായിട്ടുള്ള മഴമറ കൃഷികളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും ശരിക്കും ഒരു വീടിൻ്റെ അകം പോലെ തന്നെയാണ് ശരിക്കും എനിക്കിതിലേക്ക് വന്നപ്പോൾ തോന്നിയത്. കാരണം ഈ ഷീറ്റെല്ലാം വിരിച്ചാക്കുന്നതുകൊണ്ടേ അങ്ങനെ രീതിയിൽ തോന്നി. ഇങ്ങനൊരു ആശയം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാനും കാണുന്നത്. എന്തായാലും ശരിക്കും പറയുകയാണെങ്കിൽ രാജകുമാരിയിലെ ഈ കാർഷിക അഭിവൃദ്ധിക്കൊപ്പം തന്നെ ഈ പച്ചപ്പ് കാണാൻ കഴിഞ്ഞതിലൊരു സന്തോഷം അറിയിക്കുകയാണ്. ഇതുമൂലം കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് ആശ്വസിക്കുന്നു. കാരണം സാധാരണ ഇതിൽ അതുകൂടി ഒന്ന് സൂചിപ്പിക്കാം. നമുക്കിപ്പം പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ ഇതിന് കൃഷിഭവൻ്റെ നല്ലൊരു സപ്പോർട്ടുണ്ട്. കൃഷിഭവൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 100 സ്ക്വയർ മീറ്റർ കൃഷിഭവനിൽ നിന്ന് നമുക്ക് 50,000 രൂപ സബ്സിഡി ലഭിക്കും. അപ്പോൾ നമുക്ക് 108 സ്ക്വയർ മീറ്റർ ആണുള്ളത്, ഏകദേശം 2.5 സെൻറ്റ്. അതിൽ 50,000 രൂപ അതിന് സബ്സിഡി നമുക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ പഞ്ചായത്ത് തന്നെ നോക്കി ധാരാളം മഴമറകൾ പണിതിട്ടുണ്ടെങ്കിലും ഉപയോഗശൂന്യമായി കിടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പണിയുന്ന സമയത്തും എൻ്റെ അടുത്ത ആളുകൾ ചോദിച്ചു, അതൊരു പാഴ്ചെലവല്ലേ? കാര്യം നല്ലൊരു പൈസ ഇതിനകത്ത് പറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അപ്പോൾ ഞാൻ ഓർത്തത് ദൈവം സഹായിച്ച് നമ്മുടെ ഈ ഒരു നമ്മുടെ പ്രൊഫഷനും കൂടി ഇതായതുകൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടുവാണെങ്കിൽ ആ രീതിയിൽ അത് ഇപ്പോൾ മുടങ്ങി കിടക്കുന്ന റെയിൻ ഷെൽട്ടറുകളോ അല്ലെങ്കിൽ പോളി ഹൗസുകളോ എല്ലാം ഉയർന്നു വരട്ടെ എന്നൊരു കൺസെപ്റ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് പ്രചോദനമായാൽ ഉപകാരം. എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും അത് മുടങ്ങി കിടക്കുന്ന പ്രവർത്തനങ്ങൾ തുടരുക എന്നുള്ളത് എനിക്ക് ഒരു സജഷനായിട്ട് പറയാനുള്ളൂ. എന്തായാലും സന്തോഷം. താങ്ക് യു.